ഡിസ്ക് ബൾജിൽ കാണപ്പെടുന്ന മറ്റൊരു കണ്ടീഷനാണ് കോഡ ഇക്വിന സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് വളരെ ഒരു സിവിയർ ആയിട്ടുള്ള കണ്ടീഷനാണ്. ഡിസ്ക് ബൾജ് വളരെ കൂടുതലായിട്ട് സ്പൈനൽ കോഡിൻ്റെ ഏറ്റവും താഴെയുള്ള ഗ്രൂപ്പ് ഓഫ് നെർവ്സ് ആണ് കോഡ ഇക്വിന എന്ന് പറയുന്നത്. അതിനെ കംപ്രസ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു സിൻഡ്രോം ഉണ്ടാവുന്നത്. നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കടുത്ത നടുവേദന, കാലുകളിലേക്കുള്ള വേദന, വീക്ക്നെസ്, ഇതിനൊക്കെ പുറമെ മലദ്വാരത്തിനടുത്തേക്കോ അല്ലെങ്കിൽ ലിംഗത്തിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്ന ഭാഗത്തേക്കോ ഒക്കെ തരിപ്പോ പുകച്ചിലോ ഒക്കെ ആയിട്ട് വരിക, മൂത്രം പിടിച്ചു വെക്കാനോ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനോ ബുദ്ധിമുട്ട് വരിക, അല്ലെങ്കിൽ മലം കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരിക, ഈ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണാറുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് തേടേണ്ട ഒരു കണ്ടീഷനാണിത്. സാധാരണഗതിയിൽ ഡിസ്ക് ബൾജിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് മാനേജ്മെൻ്റ് ആണ്. വളരെ ചുരുങ്ങിയ കേസുകളിൽ മാത്രമാണ് സർജറി ആവശ്യമായിട്ട് വരുന്നത്. നടുവേദന അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ഡിസ്ക് ബൾജുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് എന്ന് പറയുന്നത് റീഹാബിലിറ്റേഷനാണ്. അയാൾ മുൻപ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അയാളുടെ ബോഡീനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ആ ഒരു റീഹാബിലിറ്റേഷനിൽ ചെയ്തു വരുന്നത്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നെഗ്ലക്റ്റ് ചെയ്യാതെ അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് തേടേണ്ടതാണ്.